വിജിലൻസിന് പുതുമുഖം നൽകാൻ അടിമുടി പരിഷ്കാരം. വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചു. കരട് രേഖ ഇന്ന് ആഭ്യന്തരമന്ത്രി വിളിച്ച യോഗം ചർച്ച ചെയ്യും. അഴിമതി തടയാൻ AI സാങ്കേതികവിദ്യ അടക്കം നടപ്പാക്കും. ആർ അനന്തകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ നൽകും. അനന്തൻ, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ആദ്യം അദ്ദേഹം പോലീസുമായി അല്ലെങ്കിൽ പോലീസിന്റെ ഒരു നയമാറ്റം, അത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്കാരം പറയുന്നതിൽ തുടങ്ങുന്ന ഒരു നയമാറ്റത്തിലേക്കാണ് പോയത്. ഇപ്പോൾ വിജിലൻസിൽ കൂടി തീർച്ചയായും അഴിമതിയെ കൂച്ചുവിലങ്ങിടാൻ വളരെ കണിശതയാർന്ന കർക്കശമായ നടപടികൾ എടുത്തേ മതിയാകൂ. എത്രയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈ അഴിമതിയുടെ വഴികൾ പലരും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയൊക്കെയാണ് വിജിലൻസിന്റെ ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്? ദിവിഷ്, ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പ്രഖ്യാപനത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് പുതിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അത് പ്രോജക്ട് സീറോ എന്ന പദ്ധതിയാണ്. അത് നടപ്പാക്കുന്നത് വിജിലൻസിലാണ്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് പ്രോജക്ട് സീറോ എന്ന ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അത് 1969 വിജിലൻസ് മാനുവൽ അടക്കം പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ്, ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ രൂപരേഖ ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്യും. അല്പസമയത്തിനകം വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ യോഗത്തിൽ വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെ വിജിലൻസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രോജക്ട് സീറോ എന്ന് പറയുന്നത് എല്ലാ വകുപ്പുകളിലെയും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുക, അഴിമതിക്ക് മുതിരാതെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതായത് അഴിമതി പിടിക്കുക എന്നുള്ളതല്ല, അഴിമതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോജക്ട് സീറോ എന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ രൂപരേഖ ഏതാണ്ട് പൂർണ്ണമായും തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ഓരോ വകുപ്പുകളിലെയും ഫയലുകൾ അടക്കം, ആ ഫയലുകൾ ജനറേറ്റ് ചെയ്യുന്ന സമയം മുതൽ അതിന്റെ ഓരോ നടപടികളും, ആ ഫയൽ നീക്കം അടക്കം നിരീക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിജിലൻസിന് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രീതിയിൽ വലിയ നെറ്റ്വർക്ക് വിജിലൻസിലേക്ക് എല്ലാ വകുപ്പുകളിൽ നിന്നും ചേർത്ത് വെച്ചുകൊണ്ട് വിജിലൻസിനെ അതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഴിമതി രഹിത കേരളം സജ്ജമാക്കാനുള്ള ഒരു നടപടിയാണ്. ഇതിന്റെ കരട് രേഖ ഇന്ന് ചർച്ച ചെയ്യും. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അത് നിർദ്ദേശിക്കുകയും ചെയ്യും. ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനോജ് എബ്രഹാം തയ്യാറാക്കിയ ഈ പരിഷ്കരണ കരട് രേഖ അത് ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല പരിശോധിച്ചു എന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അനൌദ്യോഗികമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായി ഇന്നത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതിനുശേഷം അതിനൊരു അന്തിമ രൂപം നൽകും. അതിന് കുറച്ച് സമയമെടുത്തേക്കാം. ഏതായാലും അതിനകത്ത് ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മനോജ് എബ്രഹാം നമുക്കറിയാം, ആധുനിക സജ്ജീകരണങ്ങളോടൊക്കെ വലിയ അത് നടപ്പാക്കണം എന്ന ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസിൽ ഇത്തരം ഒരു കാര്യങ്ങൾ കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ അഴിമതി നടക്കുമ്പോൾ പോയി പിടിക്കുക എന്നുള്ളതല്ല, അഴിമതി പൂർണ്ണമായും വകുപ്പുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമായി ഇന്ന് രമേശ് ചെന്നിത്തല യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ നമ്മൾ പോലീസിന്റെ നയമാറ്റവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ ഈ വിജിലൻസിന്റെ ഈ പ്രോജക്ട് സീറോ എന്നൊരു പദ്ധതി, ഈ രണ്ടിനോടും പുതിയ മന്ത്രിയോടും വകുപ്പിനോടും ഒക്കെ ഈ രണ്ട് വിജിലൻസിലും പോലീസിലും ഒക്കെ കിട്ടുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? ഈ ഒരു വലിയ മാറ്റത്തിന് മൊത്തം ജീവനക്കാരുടെ ഒരു വലിയ പിന്തുണ എങ്ങനെയാണ്? ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ച് പോലീസിലും വിജിലൻസിലും ഒക്കെ ഈ മാറ്റത്തോട് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട രൂപരേഖ അടുത്ത ദിവസങ്ങളിൽ തയ്യാറാകും. സംസ്ഥാന പോലീസ് മേധാവിയാണ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ നാർക്കോട്ടിക് കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സെല്ലുകൾ, സ്റ്റേഷനുകൾ അടക്കം ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രൂപരേഖയാണ് തയ്യാറാകുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഉണ്ടാകില്ലെങ്കിൽ പോലും വരും നാളുകളിൽ അതൊക്കെ അങ്ങനെ പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ, നാർക്കോ പോലീസ് സ്റ്റേഷനുകളൊക്കെ തുടങ്ങുക എന്നതൊക്കെ ആ പ്രോജക്ടിന്റെ ഭാഗമാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ ലഹരി വിൽപ്പനയെ ചെറുക്കുക, അതിനെ തടയുക, ലഹരി ഉപയോഗത്തെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രോജക്ട് സീറോ അത് നടപ്പാക്കുമ്പോൾ എല്ലാ വകുപ്പിലും വിജിലൻസിന്റെ നിരീക്ഷണം ഉണ്ടാകും. ഒരാൾക്ക് അഴിമതി നടത്തണം, അതായത് ഇപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഒരു ഓഫീസിൽ, ഏതെങ്കിലും ഒരു വകുപ്പിന്റെ ഓഫീസിൽ രൂപം കൊള്ളുകയാണെങ്കിൽ അതിന്റെ ഫയൽ നീക്കം അതെവിടെയെങ്കിലും അനാവശ്യമായി തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതുടൻ തന്നെ വിജിലൻസിന് വിവരം AI മുഖേന കിട്ടുകയാണ്, AI സംവിധാനം മുഖേന കിട്ടുകയാണ്. അപ്പോൾ തന്നെ വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ ഫയൽ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, എന്ത് കാലതാമസമാണ്, അതിനകത്ത് എന്തെങ്കിലും അഴിമതിക്ക് ഉള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ മുൻകൂട്ടി അറിയാനും നിരീക്ഷിക്കാനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ടാകും, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ടാകും. അവർ അഴിമതി നടത്താൻ മുതിരുകയില്ല. അപ്പോൾ അങ്ങനെ തടയുക. അപ്പോൾ അതിനൊക്കെ ഉദ്യോഗസ്ഥർ, കാരണം ഉദ്യോഗസ്ഥരുടെ ജോലി കുറച്ചുകൂടി ലഘൂകരിക്കുന്നതാണ്. ഒരു നിരീക്ഷണ സംവിധാനം
സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഈ അഴിമതി പിടിക്കാൻ പുറകെ നടക്കുകയോ അതിന് തെളിവ് ശേഖരിക്കാൻ പോവുകയോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് പൂർണ്ണ പിന്തുണയാണ്. എന്തെങ്കിലും എതിർപ്പുകളോ ഭിന്നതകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങളോ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ വിജിലൻസിന്റെ യോഗത്തിൽ അത് ഉണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയും. അതെല്ലാം സ്വീകരിച്ചുകൊണ്ടാകും പ്രോജക്ട് സീറോ നടപ്പാക്കുക. ഏതായാലും ആഭ്യന്തര വകുപ്പിൽ രമേശ് ചെന്നിത്തല വന്ന ശേഷം 2 വലിയ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു. ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടും അതിനൊപ്പം തന്നെ അഴിമതി രഹിത കേരളം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോജക്ട് സീറോയും. തീർച്ചയായും വളരെ പോസിറ്റീവായ 2 സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണ തീർച്ചയായും ഈ വകുപ്പുകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. നല്ല ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള നടപടികളാണ്.